എവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു യാത്രയ്ക്ക് പോവാണ്. യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരത്തേക്കാണ്, ഏകദേശം 2000 കിലോമീറ്റർ അപ്പുറം നമ്മൾ ഛത്തീസ്ഗഡിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു കുറേ പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലൊരു ചെർണോബിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ 6-7 സംസ്ഥാനങ്ങൾ താണ്ടി നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആട്ടോ നമ്മുടെ ലഗേജ്. നമ്മൾ സാഹസിക യാത്ര കഴിഞ്ഞിട്ടിപ്പോൾ പെരിന്തമണ്ണ ഒന്ന് എത്തിയിരിക്കട്ടോ. നല്ല തിരക്കായിരുന്നു, വീക്കെൻഡും കൂടെ അല്ലേ. അപ്പോൾ ഏതായാലും നമ്മളിപ്പം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന കേട്ടോ നമ്മളെ പെരിന്തമണ്ണ ടൗണ്. തിരക്കൊക്കെ വരുന്നുള്ളൂ, പക്ഷേ ബസ്സിലൊക്കെ സ്കൂൾ പിള്ളേർ വിടുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. നമ്മളെ പാലക്കാട് എത്തിയിട്ടാ. നമുക്ക് പഴയൊരു എൻജിൻ നിർത്തിയിട്ട് കാണാം. എനിക്കാണ് പഴയ കൽക്കരി ഡീസൽ എന്തോ ആണ് 530. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. കണ്ട ഇതിൻ്റെ ടെക്നിക്കൽ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം. അപ്പോൾ എന്ത് ചെറുതായിരുന്നില്ലേ അന്നത്തെ കാലത്തെ ലോക്കോയും അന്നത്തെ മറ്റേ ചെറിയ ഗേജല്ലേ, ഇതായിരുന്നു അതിൻ്റെ മുൻഭാഗം. രസമുണ്ടല്ലേ കാണാൻ. കേട്ടോ നമ്മളെ സ്റ്റേഷൻ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷം മുമ്പ് വന്നതാണ്. പക്ഷെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ക്രീനിലൊക്കെ കാണിക്കുന്നു കേട്ടോ, ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അത് അത്യാവശ്യം നല്ല കാര്യമാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണാൻ കഴിയും എവിടെയാണ് നമ്മളെ അലോട്ട് ചെയ്തിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ എവിടെയാണ് വരുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ കുറേ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിനിൽ അപ്ലൈയിൽ വരണ്ടാവുള്ളൂ. നമ്മൾ ഇന്ന് പോകുന്നത് ആക്ച്വലി ഛത്തീസ്ഗഡിലേക്കല്ല, പക്ഷേ നാഗ്പൂരിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഡയറക്റ്റ് ട്രെയിനാണ് കിട്ടിയത്. ഇന്ത്യൻ റെയിൽവേൻ്റെ വൃത്തിനെ ചോദ്യം ചെയ്ത് കുറേ പേര് പോസ്റ്റ് ഇടുന്ന കണ്ടു. ഇപ്പോഴൊരു മാറ്റമില്ല, കണ്ടില്ലേ? പലയിടത്തും നല്ല വൃത്തികേടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. വൈകിട്ട് സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഒരു ഗുഡ്സ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ വെയിറ്റിംഗ് റൂമുണ്ടോ കാര്യങ്ങൾ അന്വേഷിക്കാം. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു നോക്കാം. സമയം ഏകദേശം 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ വണ്ടി തൃശ്ശൂരൊക്കെ എത്തിയെന്നാണ് നമ്മളെ ലൈവ് റണ്ണിങ് സ്റ്റാറ്റസിൽ കാണുന്നത്. അപ്പോൾ ആദ്യം പ്ലാറ്റ്ഫോം നമ്പർ 1 ആയിരുന്നു, ഇപ്പം പ്ലാറ്റ്ഫോം നമ്പർ 4 ആക്കി. അപ്പോൾ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴാണ് ആക്ച്വലി ശരിക്കും തിരക്കറിയുന്നത് കേട്ടോ. KSRTCൻ്റെ കാര്യം പറയുമ്പോൾ പക്ഷേ കുറേ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. പണ്ടത്തെയൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സുഖമായി. പക്ഷേ ഈ തിരക്കും കാര്യങ്ങളും നമ്മളെ സൗത്തിലേക്കുള്ള ട്രെയിനുകളുടെ എണ്ണമൊക്കെ വളരെയധികം കുറഞ്ഞു. നോർത്തിൽ നടക്കുന്ന വികസനമൊന്നും ഇവിടെ വളരെ കുറച്ചായിട്ടല്ലേ കാണുന്നുള്ളൂ. നമ്മളെ 17 നമ്പർ 20 ആറ്റത്ത നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് ഇവിടെ ഇപ്പോൾ കിടക്കുന്ന മംഗലാപുരത്ത് നിന്ന് MGR, അതായത് ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതിൽ ആക്ച്വലി കുറേ ഫുള്ളാട്ടോ, സ്ലീപ്പറൊക്കെ ഫുള്ളാണ്. ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത് ഇതാ, എനിക്ക് എന്ത് റിസ്ക്കല്ലേ. ഇതൊക്കെ നമുക്കൊരു മാറ്റം കൊണ്ടുവന്നൂടെ? നമ്മൾക്ക് പ്രതികരിക്കണം. പ്രതികരണശേഷി കുറഞ്ഞുകൊണ്ടായിരിക്കണം. കണ്ട എന്ത് വൃത്തിയായിട്ട കോച്ചുകളല്ലേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കാണാൻ കഴിയും. അപ്പുറത്ത് വളരെ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മധുര എക്സ്പ്രസ് ആണ് കേട്ടോ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് മധുരയ്ക്ക് പോകുന്ന വണ്ടിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്നോട് ചോദിച്ചു കേട്ടോ, അപ്പോൾ ഇൻസ്റ്റയിലെ റീൽസിനൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. സംഭവം നമ്മൾ പുതിയ ഫോൺ എടുത്തതൊന്നുമല്ല, ഇത് അനിയൻ്റെ ഫോണായിരുന്നു. അപ്പോൾ എനിക്ക് തന്നാണ്. ഇത് അടിപൊളിയായിട്ട് കൊണ്ടുനടന്ന ഫോണാട്ടോ. അത് സ്ക്രാച്ച് പോലും ഇല്ല, നല്ല സെറ്റ് സാധനമാണ്. അത് ഒരു 10 വർഷം പഴക്കമുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കാവും. പക്ഷെ അടിപൊളിയാണ്. ഇപ്പോഴും ഇതിന് ബാറ്ററീൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്നല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി അപാരമാണ്, പക്ഷേ ഫോട്ടോ അത്ര പോരാ. ഏതായാലും റെഡ് അല്ലെങ്കിൽ നീല, അതല്ല നമ്മുടെ ഈ കേരളത്തിൻ്റെ പച്ചപ്പിന് അനുയോജ്യമായ കളറ്. ഇതൊരുമാതിരി ബോറ് കളറായി പോയില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ ബാംഗ്ലൂർക്ക് വന്ന വണ്ടി കേട്ടോ, കന്യാകുമാരിയിൽ നിന്ന്. ഈ വണ്ടി ഒന്ന് നിന്നപ്പോഴേക്കും ഉണ്ടാവും പൊന്നോ, എന്തൊരു നാറ്റായിരുന്നു അറിയോ. നമ്മുടെ വണ്ടി 1/2 മണിക്കൂർ ലേറ്റ് ആട്ടോ. ഏതായാലും ഇന്നൊരു പോസ്റ്റ് ദിവസം തന്നെ. നല്ല മഴയുണ്ട് ഇപ്പോൾ, എന്തായാലും നല്ല പോസ്റ്റാണ്. കുറേ നേരം പോസ്റ്റാക്കിയതിന് ശേഷം അവസാനം നമ്മളെ വണ്ടി വന്നു കേട്ടോ. 10:15 ഏകദേശം 1/4 മണിക്കൂറോളം വൈകിട്ട് എത്തിയത്. ഏട്ടാ ഒരു ഹോൺ അടിച്ച് തരുമോ? ഹോണ് എവിടെ? ഈ കാണുന്ന 37211 WAP 7 ലോക്കോ ആണ് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് കണ്ടിട്ടോ, അത് കൊള്ളാം. ഈ കോച്ചൊക്കെ പഴയതാ. കണ്ണാടി ഉണ്ട്.
പിന്നെ ഓവറോൾ വൃത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത്ര വലിയ വൃത്തിയുള്ള കോച്ചൊന്നും ആയിരുന്നില്ല. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് തുടച്ച് പോയി എന്നല്ലാതെ വലിയ വൃത്തിയാക്കലും പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ കണ്ട ആരൊക്കെയോ എന്തൊക്കെയോ സിഗരറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും വൃത്തി തീരില്ല, ഒരു പ്ലസൻ്റ് അല്ല. പിന്നെ അവരവിടുന്ന് ഇറക്കുമ്പോൾ വൃത്തിയൊക്കെ ഉണ്ടാവും, പക്ഷേ കൊള്ളൂല. ഈ ഫ്ലഷിൻ്റെ സാധനമൊക്കെ കണ്ടോ, വർക്ക് ഒന്നും തന്നെ സംശയം. ഇതൊക്കെ എന്തോ യൂറോപ്യൻ്റെ അവസ്ഥയും കണക്കാട്ടോ, നല്ല വൃത്തിയോടെ തന്നെ ഉണ്ട്. ഇത്രയും കാശ് വാങ്ങിച്ചിട്ട് ഇവന്മാർ എന്തോ ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. ആലോചിക്കണം, ഇത്രയും പൈസ കൊടുത്ത് യാത്ര ചെയ്തിട്ട് നമ്മൾ സെല്ലോ ടൈപ്പ് കൊണ്ട് ഇവന്മാർ ഒട്ടിച്ചു വെക്കുക. ഇത് വൃത്തിക്ക് പണിയുന്നതിന് പകരം സെല്ലോ ടൈപ്പ് കൊണ്ടൊക്കെ ഒട്ടിച്ചു വെക്കുക. എവിടുത്തെ നിയമം അല്ലേ? നിസാമുദ്ദീൻ മില്ലനി എക്സ്പ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എന്താ പറയുക, അൺലക്കിയായിട്ടുള്ള ട്രെയിനും കൂടെയാണ്. കാരണം ഇന്നലെ ഒരു മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി 2 ദിവസം മുമ്പ്. എൻ്റെ നാട്ടുകാരൻ തന്നെയായിരുന്നു, മലപ്പുറത്തുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആത്മശാന്തി നേർന്നുകൊണ്ട് ആണ് നമ്മളിതിരിക്കുന്നത്. നമ്മുടെ വണ്ടി പാസിങ്ങിന് കേട്ടോ, ഈ പക്കല എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇതിന് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ അറിയില്ല. ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇതൊരു സ്റ്റോപ്പല്ല, പാസ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ തിരുപ്പതി എത്തി കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇപ്പം സീസൺ ടൈം വന്നുണ്ട്. ഇവിടെ മഴ എന്ന് പറഞ്ഞ സാധനമൊന്നും കാണാനില്ല, പക്ഷേ കാർമയൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. ഏകദേശം ഈ സ്റ്റേഷൻ വരെ കാലിയായിരുന്നു വണ്ടി. നമ്മളെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം 4-5 പേര് കയറിയിട്ടുണ്ട്. നമ്മൾ ഗുഡൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നല്ലൊരു ഉറക്കം ഉറങ്ങി. രാവിലെ വീണ്ടും തിരക്കാണ്. ഇത് അത്യാവശ്യം തിരക്കുള്ള സ്റ്റേഷനാണ്. നമ്മുടെ ഈ ലിവർ ഇതാ ബ്ലൂ കളറല്ലേ, പണ്ടത്തെ ഹംസഫർ എന്ന് പറഞ്ഞൊരു കോച്ചാണ്. പക്ഷെ ഉള്ളിലൊക്കെ വൃത്തി കണക്കാണ്. എന്തായാലും ഈ ഒരു കോച്ചിന് നീല കളറും നമ്മളതിൽ ബാക്കിയുള്ളതൊക്കെ റെഡുമാണ്. ട്രെയിനിൻ്റെ പേര് കണ്ടില്ലേ, ഹംസഫർ. നമ്മൾ സഫർ ചെയ്യണമെന്ന് അതെന്നെ ഉദ്ദേശിച്ചിരിക്കുന്ന കേട്ടാ. പിന്നെ മില്ലേനിയം എക്സ്പ്രസിനെ കുറിച്ച് പറയാനാണെങ്കിൽ വൈകിട്ട് 7:10 എറണാകുളത്ത് നിന്നെടുത്തുനിന്ന് പാലക്കാട്, തിരുപ്പതി, വിജയവാഡ വഴി നാഗ്പൂരേക്കും, നാഗ്പൂരിൽ നിന്ന് ഭോപ്പാലിലേക്കും, ഭോപ്പാലിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ മധുര ജംഗ്ഷൻ വഴിയാണ് എത്തിച്ചേരുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീൻ എത്തുമ്പോൾ ഏകദേശം 2 ദിവസത്തോളം എടുക്കും. അതായത് 6:45 വൈകിട്ട് 2ാമത്തെ ദിവസമായിരിക്കും നമ്മുടെ വണ്ടി അവിടെ ചെന്ന് എത്തുക. എന്തൊക്കെ പറഞ്ഞാൽ പണ്ട് 3-4 ദിവസം എടുത്തിരുന്നു നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ട്രെയിനുകൾ എത്തിച്ചേരാൻ. പക്ഷേ ഇപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് തന്നെ പല വണ്ടികളോട് എത്തിച്ചേരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ റെയിൽവേസിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർ കൊടുക്കുന്ന സർവീസ് കുറച്ചും കൂടെ വൃത്തിയോടുകൂടി, അതുപോലെ തന്നെ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയോടുകൂടി കൊടുത്താൽ എന്തായാലും നന്നാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 100-120 നല്ല പിടയ്ക്കണേ. സ്റ്റോപ്പിൽ 2-3 മിനിറ്റൊക്കെ ഹോൾട്ട് കാണുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ നാഗ്പൂർ ആ റേഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും കുറേ സ്ഥലത്ത് പിടിച്ചിടാറുണ്ട് സാധാരണ. അതിൽ നല്ല കൃഷി നെൽപ്പാടങ്ങളും മറ്റും നമുക്ക് കാണാം. ധാരാളം ആടിനെയൊക്കെ മേയ്ക്കാനുള്ള ആൾക്കാരെയൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതിനെ നടുവിൽ കൊണ്ടൊരു കിണറും കാണാം അവിടെ. കണ്ട എന്താ ഭാഗത്തേക്ക് തന്നെയാണ് കാഴ്ച. വളരെ വിജനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും വീടോ മറ്റോ കാണാം. ഇങ്ങനൊരു അണ്ടർപാസും കാണാം, അല്ലെങ്കിൽ ഓവർപാസും കാണാം. പല സ്ഥലത്തും മറ്റേ 6 വരി പാതയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നതും കാണാം കേട്ടോ. പലയിടത്തും വെള്ളമൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഭൂമിയാണ്. പിന്നെ ചില അമ്പലങ്ങൾ കാണാം സൈഡിൽ. ട്രെയിനിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ വീടിൻ്റെയും പിൻഭാഗം കാണുന്നു.
നമ്മൾ ഈ വണ്ടിയിൽ കാറിലൊക്കെ പോകുന്ന പോലത്തെ ഒരു കാഴ്ച നമ്മൾ ഇന്ത്യയിൽ ശരിക്കും നമുക്ക് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാന്നുള്ളത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിജയവാഡയൊക്കെ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ, നമ്മളെ ട്രെയിനിലേക്കുള്ള കറണ്ട് കൊടുക്കുന്ന എന്ത് നീളല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് ഏറ്റവും ബാക്കിലാണ്. ഈ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു വരുന്ന കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇവിടെ നിൽക്കുന്ന അത്ര രസമല്ല. പിന്നെ മറ്റേ ഡീസൽ വണ്ടി പോലെ അധികം ഒച്ചയോ ബഹളമൊന്നും ഇല്ലല്ലോ, വണ്ടി ഓടുന്ന ഒച്ച മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ട നിറച്ച് വൃത്തിയേടില്ലേ, എല്ലാം വേസ്റ്റ്. എനിക്ക് തോന്നുന്നത് നമ്മളെ ട്രെയിനിൽ തന്നെ ആൾക്കാർ എറിഞ്ഞ് വൃത്തിയേടാക്കിയതായിരിക്കും. ഇവിടെ പലയിടത്തും വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ആയിരിക്കുമല്ലോ ഈ ഭാഗത്തുള്ള വീടൊക്കെ. നമ്മൾ തെന്നാലി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയില്ല. നമ്മുടെ തെന്നാലി രാമൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഇതായിട്ട് വലിയ ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്റ്റേഷനിലെത്തി. ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതാണ്, പക്ഷെ പിടിച്ചിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വിജയവാഡ ജംഗ്ഷനിൽ എത്തിയിരിക്കട്ടോ. ഇവിടെ ഒരു വന്ദേ ഭാരത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടുന്ന് എങ്ങോട്ടുള്ളതെന്ന് നോക്കിയിട്ട് പിടുത്തം കാണുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇവിടെ ഒരു 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. അപ്പോൾ ഊണ് കഴിക്കാനുള്ള വല്ല സംവിധാനം നോക്കണം. ഇത് നമ്മളെ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിച്ച് അവിടെ തന്നെ വൃത്തിയേടാക്കിയിട്ട സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതൊക്കെ വൃത്തിക്ക് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ അത്യാവശ്യം കുറച്ചെങ്കിലും വിവരമുള്ള ആൾക്കാരിങ്ങനെ ചെയ്യില്ല. പക്ഷേ എന്തോ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരായിരുന്നില്ല. എന്തായാലും ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്വന്തം ഇരിക്കുന്ന ഇടം വൃത്തികേടാക്കിയിടുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. അവിടെ വേസ്റ്റ് ബിന്നും മറ്റും ഉണ്ടായിട്ട് പോലും അത് ഇവർ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണെങ്കിൽ പോലും നിലത്തായിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിന് വരാങ്കാൽ എന്ന് മറ്റോ പറയുന്ന സ്റ്റേഷനിലെത്തിയിട്ടോ. ഇനി ബല്ലാർഷാ എന്ന് പറഞ്ഞൊരു മഹാരാഷ്ട്രയിലെ സ്റ്റേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാഗ്പൂരായി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കുറേ പേര് ഇറങ്ങുന്നും കയറുന്നും ഉണ്ട്. ഇവിടുന്നൊക്കെ എനിക്ക് തോന്നുന്ന ഡൽഹിയിലേക്കൊക്കെ ഉള്ള ആൾക്കാർക്കും കൂടുതൽ. പിന്നെ ചായയും കാടിയൊക്കെ കുറവാട്ടോ. ഒരു സ്റ്റേഷൻ വിട്ട് 200-300 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ വരികയാണെങ്കിൽ മാക്സിമം ഫുഡ് ഒഴിവാക്കുക, വയറിളക്കം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ. അത്ര അത്യാവശ്യമാണ് ഈ കയ്യിലെന്തെങ്കിലും കരുതുക. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക. ഈ കൊണ്ടുവരുന്ന സാധനം കഴിക്കാതിരിക്കാൻ തന്നെ, വെറുതെ പണി ഇടണല്ലോ. അങ്ങനെ നമ്മൾ നാഗ്പൂർ അടുത്ത് ബല്ലാർഷാ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. സമയം ഇപ്പോൾ 9 മണിയാണ്. ഓൺ ടൈമാണ്, ഡിലേ കാര്യങ്ങളൊന്നുമില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്, മഴയ്ക്കൊക്കെ ഉള്ള ചാൻസ്. നല്ല ക്രൗഡഡ് ആണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനാണ് നാഗ്പൂർ വരുന്നത്. സോ സെറ്റാണ്. നമുക്ക് അടുത്ത സ്റ്റേഷന് 3 മണിക്കൂറാണ് വരുന്നത്. ഏകദേശം 220 കിലോമീറ്ററോളം കവർ ചെയ്യാണ്ട്. കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. കാരണം നമ്മളിങ്ങനെ ഇത്രയ്ക്ക് സ്ട്രെസ്ഡ് ആവുമെന്ന് വിചാരിച്ചില്ല. എല്ലാ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് ഇങ്ങനെ എഴുതി കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാട്ടോ. പണ്ടൊക്കെ നമുക്ക് എന്ത് പാടായിരുന്നു അറിയോ, ഇത് ടുവേർഡ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതാകുമ്പോൾ ഓരോ ട്രെയിൻ അനുസരിച്ച് അങ്ങ് കൊടുത്താൽ മതിയല്ലോ. അതൊക്കെ നല്ല കാര്യമാണ്. സുഹൃത്തുക്കളെ, ഭക്ഷണത്തിനെ കുറിച്ചൊന്നും പറയാത്തതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ലോക്കലാണ് വാങ്ങിച്ച്, പിന്നെ ഒക്കെ ഒരുമാതിരി സുഖമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല, അതായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാത്ത. പിന്നെ 5 പൈസയ്ക്ക് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് റിവ്യൂ ചെയ്യാനുള്ള സാധനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടാ. അങ്ങനെ കുറേ മണിക്കൂറുകളും ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാഗ്പൂരൊന്ന് എത്തിയിരിക്കേണ്ട. നല്ല മഴ കേട്ടോ. ഇവിടെ മൊത്തം ചളിപിളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. നമ്മൾ കൂടുതൽ കാഴ്ചകളായിട്ട് വരും. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മളൊന്ന് ട്രെയിനിനെ കുറിച്ചാണ്. അപ്പോൾ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ടൊരു ട്രെയിനായിരുന്നു. ഈ കാണുന്ന ഈ ചോപ്പും ഭംഗിയും മാത്രമേ ഉള്ളൂ, ഉള്ള കാര്യം പറയട്ടെ. പിന്നെ പക്ഷേ നമ്മൾ വേറെ കാര്യമുണ്ട്, ഞാനെടുത്തത് 3rd AC ആണ്. 2nd ACയും 1st ACയും കുറച്ചും കൂടെ ബെറ്ററാന്ന് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഡൽഹിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2nd AC എങ്കിലും മിനിമം പ്രിഫർ ചെയ്യുക. നല്ല വൃത്തികേടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് തമിഴ്നാടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ പേര് കയറി വന്നു. നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല, കുറേ പ്രശ്നങ്ങളായി അതിൻ്റെ ഇടയ്ക്ക്. വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും വന്നില്ല. DT ഒന്നും നമ്മൾ പറയുന്ന പോലെ ആയിരുന്നില്ല. പിന്നെ വെള്ളമൊക്കെ ഒലിച്ച് ലീക്കായിരുന്നു. പഴയ ട്രെയിനാണ്.
വൃത്തി പറഞ്ഞ സാധനമില്ല, മര്യാദയ്ക്കൊന്നും ബാത്റൂമിൽ പോകാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവിഞ്ഞ യാത്രയായി. ഏതായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ സന്തോഷം. നിങ്ങൾ ഡൽഹിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സെക്കൻഡ് ഏഷ്യങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്, ബൈ. നാഗ്പൂരിൻ്റെ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം.